നമ്മളെ VPSൻ്റെ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോളിന് ഇനി കുറച്ച് നാളുകളേ ഉള്ളൂ. പക്ഷേ ഇതിന് മുമ്പ് നമ്മുടെ നാട്ടിലൊരു വലിയ വലിയ ഫുട്ബോൾ മാമാങ്ങൾ നടന്നിട്ടുണ്ട് ആ പാറപ്പുറം മിനി സ്റ്റേഡിയത്തിൽ. പക്ഷെ അന്നൊക്കെ നമ്മൾ ഈ സുഡൂനെ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നൈജീരിയൻ താരങ്ങളൊക്കെ നമ്മൾ കാണുക എന്ന് പറഞ്ഞത് വളരെ അപ്രതീക്ഷിതമായിട്ടാണ്. പക്ഷെ അങ്ങനെ നൈജീരിയൻ താരങ്ങൾ ആ ഗ്രൗണ്ടിൽ ആദ്യമായിട്ട് ഇറക്കിയിട്ടുള്ള ഒരാളാണെന്ന് പരിചയപ്പെടുത്താൻ പോകുന്നുണ്ട്. നമ്മുടെ അഹമ്മദാക്ക എന്ന് പറഞ്ഞാൽ വാളക്കുളത്തേക്ക് സുപരിചിതനാണ്. ആഷിർ അഹമ്മദ് എന്ന് പറഞ്ഞാൽ അറിയുള്ളൂ. കണ്ടില്ല, തലയിലൊരു ബ്രസീലിൻ്റെ കടുത്ത ആരാധകനാണ്. ബ്രസീലിൻ്റെ തലയിൽ ആ കെട്ട് കണ്ടാൽ തന്നെ അറിയാം ഫുട്ബോളിനെ അത്രത്തോളം പ്രണയിക്കുന്നുണ്ട് എന്നുള്ള. അഹമ്മദാക്ക എന്താ പാടെ? അപ്പോൾ നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ട് സുഡൂനെ ഇറക്കിയ ഒരാളെന്ന നിലയ്ക്ക് ഇനിയിപ്പോൾ 4-5 സുഡുകളൊക്കെ നമ്മളെ മൈതാനത്ത് ഫുട്ബോൾ തട്ടാൻ പോവാണ്. അപ്പോൾ ഈ VPSൻ്റെ കളിനെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം? വളരെ നല്ല അഭിപ്രായമാണ്. ഇവർ എന്നോ വളരെ വൈകിപ്പോയി ഇങ്ങനെ സംഭവം നടത്താൻ. എന്നോ 5-6 കൊല്ലം മുന്നേ തന്നെ തുടങ്ങേണ്ടിയായിരുന്നു. ഈ പാറപ്പുറത്ത് സ്റ്റേഡിയത്തിൽ ഫസ്റ്റായിട്ട് സുഡാൻ ഇറക്കിയത് ഞാനാണ്. അതെനിക്ക് വലിയൊരു ആഗ്രഹമാണ് അങ്ങനെ ഒന്ന് ഇറക്കണമെന്ന്. അങ്ങനെ യൂണിവേഴ്സിറ്റി പോയി സുഡാനിലെ കൊടുക്കുന്ന ഒരു പരിഭാഷയ്ക്ക് ഞാൻ ഒരാളെ വെച്ചിരുന്നു. മലയാളത്തിൽ എനിക്ക് മലയാളം മാത്രമേ അറിയുള്ളൂ. അങ്ങനെ ഇംഗ്ലീഷ് പറയാൻ വേണ്ടിയിട്ട് 250 ഉറുപ്പിക കൊടുത്ത് അയാളെ നല്ല വേഗം കളിക്കണം, വളരെ കുറഞ്ഞ സമയമല്ലോ, ഒന്ന് പുറത്തു പോയി എന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ ഒരാളെ വെച്ചിരുന്നു. അന്ന് എത്ര ഫണ്ടൊക്കെ നിങ്ങൾ കണ്ടെത്തിയത്? അന്ന് 900 ഉറുപ്പിയാണ് ഒരു സുഡാനിക്ക് പൈസ. പിന്നെ ഒരു പൊറാട്ടൊക്കെ നല്ല തീറ്റയാണ്. ഒരാൾ 9 പൊറാട്ട ഒരാള്. ഞാൻ ഒരു 3-4 പ്രതീക്ഷിച്ചിട്ടുള്ളതല്ലേ. അങ്ങനെ നല്ലൊരു സംഖ്യ അന്നത്തെ പൈസ എനിക്ക് എല്ലാം ഇറങ്ങിക്കണേ. പൂള വിറ്റുകാണ്ടും അതേമാതിരി എൻ്റെ വായ ഉണ്ട് എനിക്ക് കുറച്ച്, അതൊക്കെ വിറ്റിട്ടാണ് ഞാൻ കളി നടത്തിയത്. അതും തയ്യാഞ്ഞിട്ട് ലാസ്റ്റ് പിന്നെ പങ്ങളെ ഒരു കുടുക്കി കെട്ടി ഒരു വളയൊക്കെ പണയം വെച്ച് കോയിച്ചനെ ബാങ്കിൽ നിൽക്കാൻ. അങ്ങനെ ആണ് ആ കളി മുഴുവനാക്കിയത്. അന്ന് ക്ലബിന്റെ പേരെന്താ നിങ്ങളാ? ക്ലബിന്റെ പേര് എന്ന് പറഞ്ഞാൽ യാസ്കോ ക്ലബിന്റെ കുട്ടിയാണ്. അന്ന് നാട്ടുകാരൊക്കെ സപ്പോർട്ടുണ്ട്. നാട്ടുകാരൊക്കെ എല്ലാ കാശും കിട്ടിയിട്ടുണ്ട്. സുഡാനികളെ കൊണ്ടുവന്ന പോലെ പേര് തന്നെ ഇല്ലായിരിക്കും. സുഡാനി എന്ന് പറഞ്ഞാൽ നമ്മളോടുള്ള വലിയ ജീവൻ. അങ്ങനെ ഒരു ചെറിയ കുട്ടികൾ 10 ഉറുപ്പ്യ മുതലിച്ച് 100 ഉറുപ്പ്യ മുതലിച്ച് 200 ഉറുപ്പ്യ വരെ തന്ന ആൾക്കാർ അനേകമുണ്ട്. അത്രത്തോളം നമ്മളെ നാട്ടിലെ ആളുകൾ ആ ഫുട്ബോളിനെ പ്രണയിച്ചിരുന്നു. അപ്പൊ ഇപ്പൊ എന്തായാലും നമ്മള് VPSന്റെ കളി വമ്പം വിജയിക്കും, വളരെ വിജയത്തിലേക്കാവും. കാരണം നമ്മുടെ സ്റ്റേഡിയത്തിൽ തന്നെ ഇങ്ങനത്തെ കളി വളരെ ആദ്യമായിട്ടാണ്. ഇത് വളരെ ഭംഗിയായിട്ട് നടക്കും. പിന്നെ അഹമ്മദാക്ക നമ്മൾ കാണുന്ന പോലല്ല, ഫുട്ബോൾ പ്രേമിയാണ്, അതിലുപരി ഒരു സിനിമാ പ്രേമിയും കൂടിയാണ്. നമ്മളൊക്കെ ഒരു സിനിമ കണ്ടാൽ അതിൽ നടന്മാർ ഉപയോഗിച്ച ഡ്രസ്സ് അല്ലെങ്കിൽ അവരെ ഹെയർ സ്റ്റൈല്, അതിൽ നമ്മൾ അങ്ങനെയുള്ള ഇതൊക്കെ നമ്മൾ ക്യാച്ച് ചെയ്ത്. പക്ഷെ അഹമ്മദാക്ക അങ്ങനെയല്ല. അഹമ്മദാക്ക നിങ്ങൾ ഒരു സിനിമ കണ്ടാൽ അതിൽ എന്താ നിങ്ങൾ ക്യാച്ച് ചെയ്യല്? അതിൽ ഫർണിച്ചറ്, അതിൽ സ്റ്റെയർകേസ്, ഷോക്കേസ്, അതേമാതിരി ഫർണിച്ചറിന് കംപ്ലീറ്റ് ഡോറ്, ജനൽപ്പള്ളി, അങ്ങനെയാണ് ഞാൻ അത് നോക്കൽ ആദ്യം. അങ്ങനെ ഒരട്ടം കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ലെങ്കിൽ 2-3 ചില 9 പ്രാവശ്യം കണ്ട പടം ഉണ്ട് ഞാൻ. അത് 9 പ്രാവശ്യം ഒരു സിനിമ കണ്ടിട്ട് അതിൽ ആ ഫർണിച്ചർ മൂപ്പർ ഇവിടെ ഡിസൈൻ ചെയ്യും. അങ്ങനെ ഡിസൈൻ ചെയ്ത ഡോറുകളൊക്കെ ഇവിടെ ചുറ്റുഭാഗത്തൊക്കെ ചെയ്തിട്ടുണ്ട്. നാട്ടിലൊക്കെ ഒരുപാട് ഏതൊക്കെ സിനിമ കണ്ടിട്ട് എങ്ങനെ ചെയ്തിട്ടുണ്ട്? അതൊന്ന് വേഷത്തിലെ ഡോറ്, അത് ഞാൻ 1-2 ആൾക്കാർക്ക് വൈലത്തൂരുള്ള ഒരു ടീമിന് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ദി പ്രിൻസ് മോഹൻലാലിൻ്റെ അതിലെ കട്ടില് കൈൻ്റെ പരമാവധി എല്ലാവരും സീസൺ ടിക്കറ്റ് എടുത്ത് കളി കാണുക, അല്ലാത്തവരൊക്കെ ടിക്കറ്റ് എടുത്ത് കളി കാണുക. അങ്ങനെ വളരെ വിജയകരമായി ആ കളി മുന്നോട്ട് പോകാൻ നമ്മളും കൂടി സഹകരിക്കുക. ഓക്കെ, ഇത് നമ്മളൊരു ചാരിറ്റി പ്രവർത്തനമാണ്, VPSന്റെ ചാരിറ്റി പ്രവർത്തനം കൂടിയാണ്. ഓക്കെ.